ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഉണ്ണികൃഷ്ണൻ. സ്റ്റോക്ക് ഇൻവെസ്റ്റർ UK എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ആർദ്രമായ സ്വാഗതം. ഇന്ന് ജൂലൈ 7 ഞായറാഴ്ച. അപ്പോൾ നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ രണ്ടാഴ്ച മുന്നേ പറഞ്ഞിരുന്നത് നിഫ്റ്റി 23,500 അടുത്ത് ട്രേഡ് ചെയ്യുമ്പോഴാണ് പറഞ്ഞിരുന്നത്. നിഫ്റ്റിയുടെ ടാർഗറ്റ് മൂന്നാഴ്ചത്തെ ടാർഗറ്റ് 24,500 ആണ്. ഏകദേശം 1000 പോയിന്റിന്റെ റാലിയാണ് പ്രതീക്ഷിക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ 24,400 വരെ പോവുകയുണ്ടായി. ഏകദേശം 100 പോയിന്റ് മാത്രം ഷോർട്ടുള്ള നമ്മുടെ ടാർഗറ്റിൽ അത് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ. അപ്പോൾ നിഫ്റ്റിയുടെ വ്യൂ നമ്മളുടെ കറക്റ്റായിട്ട് കാണപ്പെട്ടു. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ സ്റ്റോക്കായിരുന്നു ഗുജറാത്ത് പിപ്പാവ പോർട്ട് ലിമിറ്റഡ് GPPL. ആ GPPL പറഞ്ഞിട്ടുണ്ടായിരുന്നത് 209 അടുത്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സ്റ്റോക്ക് ഒരു 5 ദിവസം കൊണ്ട് തന്നെ 238 രൂപ വരെ പോവുകയുണ്ടായി. അപ്പോൾ ആ കോള് നമ്മളെടുത്ത തീരുമാനം വളരെ നല്ലതായിരുന്നു. അതിനുശേഷം സ്റ്റോക്ക് കറക്റ്റ് ചെയ്തിട്ട് ചെറിയ കറക്ഷനൊക്കെ ചെയ്തിട്ട് 224 മിനിയാന്ന് ഫ്രൈഡേ ക്ലോസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ സ്റ്റോക്ക് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം നല്ല ഹെവി വോളിയത്തിലാണ് ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് ഞാൻ പൂർണ്ണമായും ഹോൾഡ് ചെയ്യുന്നു. അതുകൂടാതെ തന്നെ ഇന്നലെ കറക്ഷൻ ചെയ്തപ്പോൾ കുറച്ചും കൂടി ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നല്ല രീതിയിൽ പെർഫോം ചെയ്ത മറ്റ് ചില സ്റ്റോക്കുകളെ കുറിച്ചും കൂടി നമുക്ക് പറയാം. ആദ്യം വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഒരു സ്റ്റോക്കാണ്, അതായത് ഫ്രൈഡേ നമ്മളുടെ മാർക്സൻസ് ഫാർമ എന്ന സ്റ്റോക്ക്. സോ മാർക്സൻസ് ഫാർമ നമ്മൾ വാങ്ങിച്ചിരുന്നത് ജനുവരി 21 ആയിരുന്നു. ജനുവരി 21 വാങ്ങിച്ചതിന് ശേഷം അത് 170 വരെ പോയി, പിന്നെ കറക്റ്റ് ചെയ്യും, പിന്നെ വീണ്ടും താഴെ വന്നു, പിന്നെയും കുറച്ചും കൂടി മുകളിൽ പോയി. അവസാനം അത് കൺക്ലൂസീവ്ലി ഇന്നലെ അത് ഫ്രൈഡേ അത് ബ്രേക്ക്ഔട്ട് രേഖപ്പെടുത്തി 188 ആയിട്ടുണ്ട്. നമ്മുടെ ആവറേജ് ബൈങ് പ്രൈസ് എത്രയായിരുന്നു? 148 രൂപ. ഏകദേശം 40 രൂപയോളം അത് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു സ്റ്റോക്കാണ് എവറസ്റ്റ് കാൻഡോ സിലിണ്ടേഴ്സ്. ആ സ്റ്റോക്ക് നമ്മൾ വീഡിയോ ചെയ്തത് ഏപ്രിൽ 21 ആയിരുന്നു. ഏപ്രിൽ 21 വീഡിയോ ചെയ്തതിന് ശേഷം കുറച്ചൊക്കെ മുകളിൽ പോയതിനു ശേഷം ആ സ്റ്റോക്ക് കറക്റ്റ് ചെയ്യുക, അണ്ടർ പെർഫോം ചെയ്യുകയുണ്ടായത്. സ്റ്റോക്ക് നല്ല രീതിയിൽ കറക്റ്റ് ചെയ്ത് 120, 22, 25 വരെയൊക്കെ പോവുകയുണ്ടായി. അപ്പോൾ നമുക്ക് ആ സ്റ്റോക്കിൽ അണ്ടർ പെർഫോം കാരണം ആ സ്റ്റോക്കിന്റെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ആയിരുന്നു. ഇതൊരു ഇനി കറക്ഷൻ മോഡിലേക്ക് പോകുമോ അതോ നമുക്കത് എക്സിറ്റ് ചെയ്യണമെന്നൊക്കെ ചെറിയ കൺസേൺ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ആ കൺസേൺ ഒക്കെ മാറിക്കൊണ്ട് ഇന്നലെ മിനിയാന്നുമായിട്ട് സ്റ്റോക്ക് നല്ല സ്പൈക്ക് രേഖപ്പെടുത്തി 150 വരെ ടച്ച് ചെയ്തിട്ട് 146 EKC ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആ സ്റ്റോക്ക് നമുക്ക് സേഫ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കാണ്. മാർക്സിനും ഹോൾഡ് ചെയ്യാം, GPPലും ഹോൾഡ് ചെയ്യാം. പിന്നെ ഈ സ്റ്റോക്ക് EKCയും വി ക്യാൻ കണ്ടിന്യൂ ഹോൾഡിംഗ് EKC ഓൾസോ. പിന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഒരു സ്റ്റോക്കാണ് നവംബർ 15 വീഡിയോ ചെയ്ത അലുവാലിയ കോൺട്രാക്ട്സ്. അലുവാലിയ കോൺട്രാക്ട്സ് നവംബർ 15 മുതൽ ഏകദേശം ഇന്ന് വരെ 1,500 രൂപയായിട്ടുണ്ട്. 699 രൂപയിലാണ് ആ സ്റ്റോക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. മോർ ദാൻ ഡബിൾ ആയിട്ടുണ്ട് അലുവാലിയ കോൺട്രാക്ട്. റെയ്മണ്ട് ഇന്നലെ വീണ്ടും ഒരു റാലി രേഖപ്പെടുത്തി 1,800 വാങ്ങിച്ച റെയ്മണ്ട് 3,485 വരെ ഇന്നലെ പോയിട്ടുണ്ടായി. ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടുണ്ട്. ആ സ്റ്റോക്ക് റെയ്മണ്ടും ഡബിൾ ആയിട്ടുണ്ട്. നല്ല രീതിയിൽ പെർഫോം ചെയ്ത മറ്റു ചില സ്റ്റോക്കുകളാണ് CIE ഇന്ത്യ. CIE ഇന്ത്യ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 460 എന്ന വിലയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 612 ആയിട്ടുണ്ട്. ഇത് 600 ഒരു റെസിസ്റ്റൻസ് ആണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ CIE ഇന്ത്യ വാച്ച് ലിസ്റ്റിൽ നല്ല രീതിയിൽ വാച്ച് ചെയ്തോളൂ. കാരണം ഓൾറെഡി സ്റ്റോക്ക് നല്ല രീതിയിൽ പെർഫോം ആയിട്ടുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് ഈ സ്റ്റോക്ക് ഇനിയും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഹോൾഡ് ടൈറ്റ്. പിന്നെ വേറൊരു സ്റ്റോക്കാണ് ഒരു ചെറുതായിട്ടുള്ള ഒരു മാർക്കറ്റ് പെർഫോമർ അല്ലെങ്കിൽ അണ്ടർ പെർഫോം ചെയ്ത സ്റ്റോക്കാണ് സ്റ്റെർലിംഗ് ടൂൾസ്. അത് നമ്മൾ വാങ്ങിച്ചിരുന്നത് 360 രൂപയുടെ ആവറേജ് ബൈങ് പ്രൈസിലാണ് സ്റ്റെർലിംഗ് ടൂൾസ് ഇന്നലെ ഒരു റാലി രേഖപ്പെടുത്തി ഏകദേശം 8% മുകളിൽ പോയി 415 വരെയൊക്കെ പോയിട്ട് 404 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 360 404 ആയിട്ടുണ്ട്. നൗ ദിസ് സ്റ്റോക്ക് ഈസ് ലുക്കിംഗ് പ്രിറ്റി ഗുഡ്. ഈ സ്റ്റോക്ക് ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റോക്കാണ് ത്രിവേണി ടർബൈൻ. 360 നിന്ന് 650 വരെ പോയിട്ട് 635 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വി ക്യാൻ ഹോൾഡ് ദിസ് ഓൾസോ. പിന്നെ വേറെ സ്റ്റോക്ക് പെർഫോം ചെയ്തിരിക്കുന്നത് ആക്സിസ് ബാങ്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. JK ടയർ, അഗർവാൾ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ, ജെടെക് ഇന്ത്യ, റിഡ്കോ ലോജിസ്റ്റിക്സ്, അങ്ങനെ പല സ്റ്റോക്കുകളും നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പെർഫോമൻസ് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലും എൻ്റെ വീഡിയോയും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കൊടുത്താലല്ലേ കിട്ടുമോ? അപ്പം ഞാൻ നിങ്ങൾക്ക് പല സ്റ്റോക്കുകളും പറഞ്ഞു തരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ബെനിഫിറ്റ്സുകൾ ഉണ്ടാകുന്നുണ്ട്. കാരണം ഞാൻ കുറേ കൂടി ഡിസിപ്ലിനായി ഓരോ സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോഴും ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന കാരണത്താൽ തന്നെ ഞാൻ ഓരോ സ്റ്റോക്കും വളരെ കെയർഫുള്ളായിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന സ്റ്റോക്ക് ഞാൻ വാങ്ങിക്കുന്ന മറ്റ് സ്റ്റോക്കുകളെയൊക്കെ അപേക്ഷിച്ച് കൂടി
ബെസ്റ്റ് സ്റ്റോക്ക് ആയിരിക്കും നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കുമായി ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ അവർക്കും അത് ഒരു ഉപകാരം ആകട്ടെ. അതുകൂടാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ തന്നെ ഒരു ലൈക്ക് തന്നോളൂ. പലരും ചോദിക്കാറുണ്ട്, എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഉള്ളത്, ഏതൊക്കെ സ്റ്റോക്കുകളുടെ വീഡിയോ ആണ് ഞാൻ ചെയ്തിരിക്കുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്. ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ഓരോ വീഡിയോകളുടെ ഏകദേശം 38-ാമത്തെയോ 39-ാമത്തെ സ്റ്റോക്കാണെന്ന് പറയുന്നത്. അപ്പോൾ ഓരോ വീഡിയോയിൻ്റെയും ടൈറ്റിൽ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ സ്റ്റോക്കിന്റെ പേര് എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഏതൊക്കെ സ്റ്റോക്കാണ് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. എൻ്റെ ചാനൽ നെയിമിൽ ക്ലിക്ക് ചെയ്യുക, സ്റ്റോക്ക് ഇൻവെസ്റ്റ് UK. അതിനുശേഷം വീഡിയോസ് എന്നുള്ള ഒരു ഹെഡിങ് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 38 സ്റ്റോക്കുകളുടെയും വീഡിയോ കാണാം. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഓരോ വീഡിയോയുടെയും ടൈറ്റിൽ ആ സ്റ്റോക്കിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഏത് സ്റ്റോക്കിനെ കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ടൈറ്റിലിന് തന്നെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ കാണാൻ ടൈം ഇല്ലെങ്കിൽ ടൈറ്റിൽ കാണാം. അതല്ല ആ സ്റ്റോക്കിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ കാണാവുന്നതാണ്. അപ്പൊ ആ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ഏതൊക്കെ സ്റ്റോക്കാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ പെർഫോമൻസ് എന്തൊക്കെയാണ്, ഏതെങ്കിലും സ്റ്റോക്കുകൾ താഴെ പോയിട്ടുണ്ടോ, താഴെ പോയിട്ടുണ്ടെങ്കിൽ എത്ര പോയിട്ടുണ്ട്, മുകളിൽ പോയിട്ടുണ്ട് എത്ര പോയിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും നെഗറ്റീവ് വശങ്ങൾ ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുക, പോസിറ്റീവ് വശങ്ങൾ ഉണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തുക. അത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഏകദേശം 1450 രൂപ വിലയുള്ള സ്റ്റോക്കാണ്. അപ്പൊ 1450 രൂപ വില എന്ന് കേൾക്കുമ്പോൾ പല റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും പറയും, അയ്യോ ഞങ്ങൾക്ക് ഇത്ര വില കൂടിയ സ്റ്റോക്കൊന്നും വാങ്ങിക്കാൻ പറ്റില്ല, ഇത്ര വലുതൊന്നും പറയരുത്, ഞങ്ങൾക്ക് ഒരു 100 രൂപയുടെ സ്റ്റോക്കോ 50 രൂപയുടെ സ്റ്റോക്കോ 200 രൂപയുടെ സ്റ്റോക്കോ ഒക്കെ പറയുമെന്ന് പറയും. അപ്പൊ ഞാൻ ഒരു കഥ പറയാം. ഒരു രാജ്യത്ത് പണ്ടൊരു രാജ്യത്ത് ഒരു രാജാവിന് 2 മക്കളുണ്ടായിരുന്നു. അപ്പോൾ 2 മക്കളുടെ ബുദ്ധിശക്തിയും അവരുടെ കഴിവിനെ കുറിച്ച് പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് രാജാവ് ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ 2 മക്കളോടൊപ്പം ഓരോ രൂപ വീതം കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ 1 രൂപയ്ക്ക് കിട്ടാവുന്ന സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അവർ രണ്ടു പേർക്ക് ഓരോ റൂം കാണിച്ചു കൊടുത്തു. അവരുടെ രാജാവിന്റെ കൊട്ടാരത്തിലുള്ള സാധനങ്ങളൊക്കെ ഇരുണ്ടടഞ്ഞ് കിടക്കുന്ന 2 ഗോഡൌൺ റൂമുകൾ അവർക്ക് കാണിച്ചു കൊടുത്തു. അവരോട് പറഞ്ഞു, ഈ 2 റൂമുകൾ നിങ്ങൾക്ക് നിറയ്ക്കണം, ഞാൻ നിങ്ങൾക്ക് 2 പേർക്കും ഓരോ രൂപ തരും. ആ 1 രൂപ കൊണ്ട് നിങ്ങൾ 2 പേരും ഈ റൂം എങ്ങനെ നിറയ്ക്കുമെന്ന് എനിക്ക് കാണണം, നിങ്ങൾക്ക് 1 ദിവസത്തെ സമയം തരാം, നാളെ വൈകിട്ടാകുമ്പോഴേക്കും റൂം നിറയ്ക്കണം. അപ്പോൾ രാജാവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ 2 മക്കളും കൂടി ആലോചിക്കാൻ തുടങ്ങി എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ഒരു മകന് ഒരു ആശയം കിട്ടി. പുള്ളി പുറത്ത് നിൽക്കുമ്പോൾ ഒരു കാളവണ്ടിയിൽ കുറേ വേസ്റ്റൊക്കെ, ഫുഡ് വേസ്റ്റും ഉപയോഗിച്ച ഇലകളും ഒക്കെ കൊണ്ടുവന്ന് കാളവണ്ടി കണ്ടു. അപ്പോൾ ആ വണ്ടിക്കാരനോട് ചോദിച്ചു, ഈ ഇലകളും വേസ്റ്റൊക്കെ എനിക്ക് തരാമോ, ഞാൻ 1 രൂപ തരാം നിങ്ങൾക്ക്. അദ്ദേഹം സമ്മതിച്ചു വളരെ ഈസി ആയിട്ട്, കാരണം പുള്ളിക്ക് കൊണ്ടേ കളയണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മകൻ ഈ വേസ്റ്റ് മുഴുവൻ വാങ്ങിച്ചിട്ട് റൂം കൊണ്ടേ നിറച്ചു. 2ാമത്തെ മകനാകട്ടെ പുള്ളി കുറച്ച് ചന്ദനത്തിരിയും ഒരു മൺചിരാതും കുറച്ച് എണ്ണയും ഒരു തിരിയും വാങ്ങിച്ചിട്ട് അതിൽ കൊണ്ടുപോയിട്ട് വിളക്ക് കത്തിച്ചു. അതിനുശേഷം ചന്ദനത്തിരി കത്തിച്ചു വെച്ചു. അതിനുശേഷം റൂം അടച്ചു. രാജാവ് വന്നു, ചെക്ക് ചെയ്യാൻ വന്നു. അപ്പോൾ 2 റൂമിൽ ഒരു റൂം വളരെ നല്ല രീതിയിൽ വളരെ നല്ല രീതിയിലിരിക്കും, നല്ല സുഗന്ധവും നല്ല ലൈറ്റും ഒക്കെ ആയിരുന്നു. മറ്റത് ഭയങ്കര ചീഞ്ഞു നാറുന്ന റൂമായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ മോശമായുള്ള സ്റ്റോക്കുകളുടെ ഒരു കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങി കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. ഇവിടെ നമുക്ക് വേണ്ടത് ക്വാളിറ്റിയാണ്, ക്വാണ്ടിറ്റി അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ 1500ന്റെ സ്റ്റോക്ക് 10% മുകളിൽ കയറിയാലും 150 രൂപയുടെ സ്റ്റോക്ക് 10% മുകളിൽ കയറിയാലും നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് സെയിം ആയിരിക്കും. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്ന കമ്പനിയുടെ പേരാണ് കാപ്ലിൻ പോയിന്റ് ലബോറട്ടറീസ് ലിമിറ്റഡ്. ഇതൊരു 1990-ൽ സ്ഥാപിതമായ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. ഇവരുണ്ടാക്കുന്നത് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസും ഫോർമുലേഷൻസും ആണ്. ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻ ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽ ആണ് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ്. അതുകൂടാതെ ഫിനിഷ് ഫോർമുലേഷൻസിനും അവരുണ്ടാക്കുന്നുണ്ട്. 1994 ഈ കമ്പനി IPO കൊണ്ടുവന്നിട്ട് ലിസ്റ്റ് ആയത്. അന്ന് IPOയ്ക്ക് 117 ഇരട്ടി സബ്സ്ക്രിപ്ഷൻ ലഭിക്കുകയുണ്ടായി. കമ്പനി പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക, US, യൂറോപ്പ് എന്നീ രാജ്യങ്ങളിലാണ്. കമ്പനിക്ക് 4000-ഓളം രജിസ്റ്റേർഡ് പ്രോഡക്ട്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് പ്രോഡക്ട്സിലോ ഏതെങ്കിലും ഇൻഡിവിജ്വൽ പ്രോഡക്ട്സിലോ ഉള്ള ഡിപ്പെൻഡൻസ് കമ്പനിക്ക് ഒട്ടും തന്നെ ഇല്ല. 100% വിദേശത്തേക്കാണ് ഇവരുടെ പ്രോഡക്റ്റുകൾ വിറ്റഴിക്കപ്പെടുന്നത്. 45% ഔട്ട്സോഴ്സ് പ്രോഡക്റ്റും 55% ഓൺ മാനുഫാക്ചർ പ്രോഡക്റ്റുമാണ് കമ്പനിക്ക് ഉള്ളത്. ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് ഇന്റഗ്രേഷന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ പല റോ മെറ്റീരിയൽസും അവർ സ്വയം പ്രൊഡ്യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ ഈ പ്രൊഡക്ട്സ് വിൽപ്പന നടത്താനുള്ള ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളും അവർ
വിദേശത്ത് അക്വയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 11,069 കോടി രൂപയാണ്. കറന്റ് പ്രൈസ് ആണ് 1,456 രൂപ. ഇയർലി ഹൈ ആണ് 1,619 രൂപ. ഇയർലി ലോ ആണ് 786 രൂപ. സ്റ്റോക്കിന്റെ PE 24.2, ബുക്ക് വാല്യൂ 305. ഏകദേശം ചെറിയ ഡിവിഡൻഡ് ഒക്കെ കൊടുക്കുന്നുണ്ട്. 0.31% ഡിവിഡൻഡ് ഈൽഡ് ഉണ്ട്. ROC നിങ്ങൾക്ക് നോക്കാം, 25.2% ROC ഉണ്ട്. ROE 23% ഉണ്ട്. ഫേസ് വാല്യൂ 2 രൂപയാണ്. പിന്നെ പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണെങ്കിൽ 70%, ഹെൽത്തി ആയിട്ടുള്ള 70%ഓളം പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ട്. FI ഹോൾഡിംഗ് 3.3%, DIS ഹോൾഡിംഗ് 1.08% ആണ്. ഡെറ്റ് ആണെങ്കിൽ 0 ആണ്. ഡെറ്റ് ഫ്രീ കമ്പനിയാണ്. വളരെ നല്ല പോസിറ്റീവ് ആണ് ഈ കാര്യം. അതുകൂടാതെ പ്ലെഡ്ജ് ഒന്നുമില്ല. അത്രയും ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് ഏരിയ. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള, വളരെ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള വാല്യൂ പിക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൂടാതെ ഇവരുടെ ക്വാർട്ടർലി റിസൾട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. 279 കോടി ആയിരുന്നു മാർച്ച് 2021. അതങ്ങനെ കൂടിയിട്ട് ഇപ്പൊ 453 കോടിയാണ് മാർച്ച് 2024. അപ്പോ അതേപോലെ തന്നെ മാർച്ച് 2021 നെറ്റ് പ്രോഫിറ്റ് 68 കോടിയിൽ നിന്ന് 2024 മാർച്ചിൽ നെറ്റ് പ്രോഫിറ്റ് 121 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. അപ്പൊ ഈ കമ്പനിയുടെ സെയിൽസ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 2013 127 കോടിയായിട്ടുള്ള സെയിൽസ് 2024 1694 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ആകട്ടെ 18% നിന്ന് 33% ഉയർന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 14 കോടിയിൽ നിന്ന് 461 കോടിയായിട്ട് 2024 ഉയർന്നിട്ടുണ്ട്. അപ്പൊ ഈ സ്റ്റോക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ ഞാൻ ഒരു ചെറിയ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച ഏകദേശം 1460 എന്ന നിലയിൽ ഞാനൊരു 50 ഷെയർ വാങ്ങിച്ച് ഹോൾഡ് ചെയ്യുന്നിട്ടുണ്ട്. എൻ്റെ ഇതൊരു മീഡിയം ടു ലോങ് ടേമിന് നല്ല ഒരു റിട്ടേൺ തരാൻ സാധ്യതയുള്ള ഒരു ക്വാളിറ്റി സ്റ്റോക്കാണെന്ന് ആണ് എൻ്റെ വിശ്വാസം. സുഹൃത്തുക്കളെ, ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. എനിക്ക് വേണ്ടി ഞാൻ അനലൈസ് ചെയ്ത് പഠിച്ച ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്നെന്ന് മാത്രം. നിങ്ങൾ സ്റ്റോക്ക് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വയം അനലൈസ് ചെയ്യുക, പഠിക്കുക. ഒരു സെബി രജിസ്റ്റേർഡ് കൺസൾട്ടന്റുമായി കൺസൾട്ട് ചെയ്യാൻ. ഞാൻ സെബി രജിസ്റ്റേർഡ് അല്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ചെലുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു വെരി മച്ച്. ഇന്നത്തേക്ക് ഇത്രമാത്രം.